കില്ലാടികള് നമ്മുടെ അർജുന്റെ നമ്മള് ന്യൂസും കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അപ്പൊ നോക്കുമ്പോൾ അതിന്റെ പിന്നാലെ നമ്മുടെ ലോറി ഉടമ അർജുന്റെ ലോറി ഉടമ വന്നിട്ട് മനാഫാണ് ഇല്ലാട്ടത്. മനാഫിനെ അറിയാമല്ലോ. ദേശീയ മനാഫ് ആ ഒരു സമയത്ത് അർജുന്റെ അപകടം സംഭവിച്ച സമയം തൊട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ദേശീയ അവിടുത്തെ ആ ഒരു സംഭവങ്ങൾ എന്താ അർജുനെയും കൊണ്ട് ഞാൻ വീട്ടിൽ പോവുള്ളൂ, അർജുന്റെ അമ്മയ്ക്ക് ഞാൻ വാക്ക് കൊടുത്താന്ന് പറഞ്ഞിട്ട് നമ്മള് മനാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മനാഫ് ഫുള്ള് കില്ലടല്ലേ ദേശീയ ആളെ ഫുള്ളൊരു ഇതിന്റെ രീതിയിലൊക്കെ പറഞ്ഞു. ദേശീയ എന്നെ കുറെ ആൾക്കാർ ദേശീയ കളിയാക്കാനായിട്ട് ഇപ്പൊ ന്യൂസുകാർ ദേശീയ കുറെ ആൾക്കാർ പറഞ്ഞു നമ്മളെ ഈ നീ ഇതിന് എന്താ ചെയ്യാം ഇവരുടെ മനസ്സിലായല്ലോ ആൾക്കാരുടെ മുമ്പിൽ ഒരു വേഷം കെട്ടുന്ന പോലെയാണ് നീ എന്താ ചെയ്യാം ഫുള്ള് നാടകമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മനാഫ് പറഞ്ഞു അല്ല ഞാൻ അത്രയ്ക്ക് സത്യസന്ധതായതുകൊണ്ട് നിന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. ബട്ട് ഇപ്പൊ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ മനാഫിനെതിരെ അർജുന്റെ കുടുംബം വന്നിരിക്കണില്ല. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ മനാഫ് നമ്മുടെ അർജുന്റെ പേരിൽ ഫണ്ട് പിരിക്കുന്നു, പിന്നെ അർജുന്റെ പേരിൽ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അർജുന്റെ കുടുംബം വന്നു. നമുക്ക് ആ ന്യൂസ് എന്തായാലും അങ്ങനെയാണ് കണ്ടതില്ല. ഞാൻ സ്ക്രീൻഷോട്ട് വെക്കാറില്ല. മനാഫിനെതിരെ അർജുന്റെ കുടുംബം മനാഫ് പറയുന്നത് 70% കള്ളം പ്രചരിപ്പിക്കുന്ന വ്യാജ കഥകൾ, അർജുന്റെ പേരിൽ ഫണ്ട് പിരിക്കരുത്, മനാഫിന് കുടുംബ ബന്ധമില്ല, അടുത്ത ബന്ധമില്ല. മനസ്സിലായില്ലേ? മനാഫ് ജസ്റ്റ് ലോറി ഉടമ എന്നാണ് അവർ പറയുന്നത്. എന്താ വെച്ചാൽ ലോറി ഉടമ തന്നെയാണ് ഇല്ലടല്ലേ, പക്ഷെ അതിന്റെ പേരിൽ ഫണ്ടും കാര്യങ്ങളൊക്കെ പിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പൊ അവര് കുടുംബത്തിന് പറയാനുള്ളത് എന്താ വെച്ചാൽ കേൾക്കില്ലടല്ലേ. ഫണ്ട് പിരിക്കുന്ന ഫണ്ട് അയാൾക്ക് ഒരുപാട് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ലോറി ഉടമ മനാഫ് തന്നെയാണ്. അതിന് ലോറി ഉടമ എന്ന് പറയാൻ ഞങ്ങൾ സാധ്യമല്ല, എങ്കിലും മനാഫ് എന്നേ ഞങ്ങൾ പറയാൻ നിർവാഹമുള്ളൂ. അങ്ങനെ അതിൽ ഞങ്ങൾ കൂടുതൽ ഇത് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നില്ല. എന്തെന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള ഫണ്ടുകളൊന്നും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ താല്പര്യമില്ല. ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ കുറെ നല്ല ആൾക്കാർ വീഴ്ന്നു പോകുന്നു. അവരെന്നിട്ട് നിരന്തരമായിട്ട് വീടുകളിൽ സന്ദർശിച്ചിട്ട് അവർ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ സാമ്പത്തികങ്ങൾ സഹായിക്കാം, എല്ലാ കാര്യങ്ങളും വാഗ്ദാനങ്ങൾ ചെയ്ത് നോക്കൂ. ഞങ്ങൾക്ക് ഞങ്ങളതായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എല്ലാ ജനങ്ങളും എല്ലാ ആൾക്കാരും എല്ലാ കുടുംബത്തിലുള്ളത് പോലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലാതെ എല്ലാ കുടുംബത്തിലുള്ള പ്രശ്നമുണ്ട്. പക്ഷെ അതെല്ലാം മുന്നേ അർജുൻ നഷ്ടപ്പെട്ടു, യാഥാർത്ഥ്യമാണ് എന്ന് കരുതി ഞങ്ങൾ ആരുടെയും മുന്നിൽ പോയിട്ട് പിച്ച തെണ്ടേണ്ട ആവശ്യം നിലവിൽ ഞങ്ങൾക്കില്ല. അത് ഈ വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതാണ് ഇല്ലടലും പറഞ്ഞത്. മനസ്സിലായി? അർജുന്റെ കുടുംബം എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഫണ്ടും കാര്യങ്ങളും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലെന്നാണ് അവർ പറയുന്നത്. ബട്ട് എന്താ ചോദിച്ചാൽ ഇതിന്റെ പേരിൽ ഫണ്ട് കാര്യങ്ങളൊക്കെ പിരിക്കുന്നുണ്ട്. അതാണ് ചെറിയ ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയത്. പക്ഷേ മനാഫിന് യൂട്യൂബ് ചാനൽ വരെ ഉണ്ട് എന്ന് ഇല്ലടൽ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് നോക്കിയില്ലടല്ലേ മനാഫിന്റെ യൂട്യൂബ് ചാനലിലുള്ള ഫസ്റ്റ് നോക്കുന്ന സമയത്ത് ഏകദേശം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. നമുക്ക് വിരലെണ്ണാവുന്നില്ലെങ്കിൽ 10,000 ഉള്ളിൽ സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. ഇപ്പൊ നോക്കുമ്പോൾ ഇല്ലടാ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ 50,000 സബ്സ്ക്രൈബേഴ്സ്. ബട്ട് ഇന്ന് നോക്കുമ്പോൾ ഇല്ലടാ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ വെക്കാട്ടെ. ഏകദേശം ഇല്ലടാ 1,00,000 മനസ്സിലല്ലേ 1,29,000 1,30,000 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ലടല്ല. എന്റെ പൊന്നു. അപ്പൊ ആള് നാടകങ്ങൾ ഇപ്പൊ കിട്ടിയ ന്യൂസ് ഇല്ലാതെ ആള് നാടകം കളിച്ചു എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഇവർക്ക് ഒരു വ്യൂസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിനെ കുറിച്ചൊരു ഇതിന് കിട്ടാൻ വേണ്ടി നാടകം കളിച്ചു എന്നാ പറയുന്നത്. പക്ഷെ അർജുന്റെ കുടുംബം പറഞ്ഞില്ലേ. അപ്പോ അതിനെതിരെ നമ്മുടെ മനാഫ് തന്നെ ഇന്നലെ ന്യൂസിൽ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പ്ലേ ചെയ്യില്ലേ. എന്നിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാട്ടാ. ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ ഒരു ആവശ്യം, അതായത് ഞാൻ അവിടെ ഗംഗാവരി പോയിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, കുറച്ച് വീഡിയോ എടുക്കണം. ഞാനിപ്പോൾ അർജുൻ്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും എൻ്റെ വന്നിട്ടല്ല. ഇനിയിപ്പോൾ വന്നെന്ന് വിചാരിച്ചോളൂ. ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി. ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുനെ കിട്ടുന്നതോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനൽ ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കും, അടിപൊളിയാക്കും. എന്താ ചെയ്യാനുള്ളത്? ആരെ തറവാട് സ്വത്ത് നിർത്തിയിട്ടല്ലാലും ഒന്നും ചെയ്യണം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇങ്ങനെ ലോറിക്ക് അർജുൻ തന്നെ പേരിടും. അതൊന്നും പ്രശ്നമില്ല എനിക്ക്. ഞാൻ വേറെ ലെവലാ. എനിക്ക് ആരും പേടിയുള്ള കേസൊന്നുമില്ല. ഇനി എന്താ ഇതിന്റെ എതിരെയുള്ള ആരോപണങ്ങൾ എന്തൊക്കെ ഞാൻ അറിയില്ല. കുടുംബത്തിന്റെ വൈകാരികത തീർച്ചയായിട്ടും ഈ വൈകാരികത വെച്ചിട്ട് തന്നെയാണ് ജനഹൃദയങ്ങളിലേക്ക് അർജുൻ എത്തിയത്. അങ്ങനെ വൈകാരികത ആയിട്ട് അതിന് തോന്നുന്നുണ്ടെങ്കിൽ അത് വൈകാരികതയായിട്ട് കണക്കൂട്ടിക്കൊള്ളി ഒരു പ്രശ്നമില്ല. ഓക്കെ, ഞാൻ തന്നെയാണ് ആക്കിയത്, ഞാൻ തന്നെയാണ് അങ്ങനെ ചെയ്തത്. എന്തായാലും ഇപ്പൊ പ്രശ്നം എന്റെ ഫാമിലി ആയിട്ട് ഞാൻ ഓരോ കണ്ടതിൽ ഇപ്പൊ എന്താ തെറ്റ് കണ്ടല്ലേ സംഭവം. ഞാനും ആദ്യം വിചാരിച്ചെന്ന് പറയുമോ ഇതൊക്കെ വെറുതെ ആയിരിക്കും, മനാഫിനെ എതിരെ ഇപ്പൊ പറഞ്ഞതൊക്കെ വെറുതെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ബട്ട് ആളുടെ ഈ ടോക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതെന്താ വിഷയം? അത് ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിക്കാനുള്ള കാരണം എന്താ ചോദിച്ചാൽ ഇത് ഇന്നലെ വന്ന ന്യൂസാണ്. മനസ്സിലായി? ഇന്നലെ വന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ആ ഒരു ആരോപണമായിട്ട് അർജുന്റെ കുടുംബം വന്നപ്പോൾ ആൾ അതിനുള്ള ഒരു ഓപ്പോസിറ്റ് ഒരു മറുപടിയാണ് കൊടുത്തത്. ബട്ട് ആ ഒരു ടോക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണം ആ സമയത്ത്, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടതാണ്. എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് ഞാൻ അത് ഷെയർ ചെയ്താണെന്നൊക്കെ പറഞ്ഞിട്ട് സ്വാഭാവികമായും കില്ലാടനെ ഒരു കണക്കിന് നോക്കിയ ന്യൂസുകാർ ഷെയർ ചെയ്യുന്നുണ്ട്. ബട്ട് എന്നാലും ആള് ലാസ്റ്റ് പറയുന്നത് അർജുനെ കിട്ടിയിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ, സങ്കടമാണെന്നൊക്കെ പറയുമ്പോൾ സമയത്ത് തന്നെ ആള് എന്തുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇടുന്നുണ്ട്.
അപ്പൊ നമുക്ക് അപ്പൊ തന്നെ ആലോചിച്ചാൽ പോലെ. അത് കഴിഞ്ഞിട്ട് പറയാൻ ഞാൻ വേറെ ലെവലാണ്, എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും, ഞാൻ ലോറിക്കാണെങ്കിൽ അർജുൻ എന്ന് പേരിടും, അതിനിപ്പോൾ ആരും ചോദിക്കാനുള്ളത്, ആർക്കെങ്കിലും ചോദിക്കാൻ അധികാരമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയണ്ട. അപ്പൊ നമ്മൾ അതിൽ തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഇല്ലാടില്ല, മനസ്സിലായില്ല, അത്രേ ഉള്ളൂ. അപ്പൊ അതാണല്ലോ ഏകദേശം 1,30,000 സബ്സ്ക്രൈബേഴ്സ് ആൾക്ക് അട്ടിച്ച് കയറി, മനസ്സിലായില്ല. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വന്ന ന്യൂസ് മാർക്ക് ഇല്ലടല്ല, എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വെറും നാടകം, മനസ്സിലായില്ലേ. നമ്മുടെ മനാഫും പത്രസാധന ന്യൂസ് ഇന്ന് രാവിലെ വെറും 10,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന മനാഫിന്റെ യൂട്യൂബ് ചാനൽ അർജുന്റെ കുടുംബം മനാഫിനെ കുറ്റം പറഞ്ഞ പത്രസമ്മേളനത്തിൽ 1,00,000 മാർക്ക് കൊടുത്തു. പക്ഷെ 1,00,000 ഇല്ലടല്ലേ, അത് ഇന്നലെ വന്ന ന്യൂസിനിടയിലെ ചെറിയൊരു ആർട്ടിക്കിളാണ്. പക്ഷെ 1,00,000 അല്ല, 1.30. ഇവര് തമ്മിൽ മനാഫ് നമ്മുടെ മാൽപ്പ ഇല്ലടല്ലേ, എന്താണ് മാൽപ്പ വേണ്ടി ഇവർ രണ്ടുപേരും കൂടി നടത്തിയ ഒരു നാടകമാണ് ഇല്ലട, മനസ്സിലായില്ലേ. ഇവർ തമ്മിൽ നടത്തിയ ഒരു നാടകം എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നത്? ഒരു അർജുൻ എന്ന ഒരു വ്യക്തി അപകടം ഉണ്ടായി, അതിനുശേഷം ആൾ അറിയുന്നുണ്ടോ എല്ലാവരും, ആളുടെ പേരിൽ ഇപ്പൊ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്, ചോദിക്കട്ടെ എന്തോന്നറിയത്. ഇതാണ് കേടല്ല സംഭവം, ഇതാണ് സമൂഹം, മനസ്സിലായില്ലേ. ഒരാൾ അങ്ങോട്ട് പോയാലും അയാളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എന്തെങ്കിലും ചെയ്യാൻ നല്ലതല്ലേ ഇടല്ല, നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നൊരു ലക്ഷ്യത്തോടെ കൂടെയാണ് ചില ആൾക്കാരൊക്കെ നടക്കുന്നത്. നമ്മൾ ഓരോരുത്തരും മുഖം തിരിച്ചറിയാൻ വൈകി പോകുന്നില്ല, മനസ്സിലായില്ലേ. എന്താ വെച്ചാൽ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുള്ളൂ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണം എന്തെങ്കിലും നോക്കാം നമുക്ക് എന്തായാലും.